എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ ആരംഭിച്ചു. വിദ്യാർത്ഥികൾക്ക് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ അപേക്ഷ ജൂൺ 30-ാം തീയതിക്കുള്ളിൽ നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കുക. ജൂൺ 30-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി ഘട്ട അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുക. വിദ്യാർത്ഥികൾ ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കുകയാണെങ്കിൽ പിന്നീട് സെക്കൻഡ് സപ്ലിമെൻ്ററിക്ക് സെപ്പറേറ്റ് അപേക്ഷയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു അപേക്ഷയിൽ നിങ്ങൾ നൽകിയ ഓപ്ഷൻസ് പരിഗണിച്ചുകൊണ്ടാണ് നിങ്ങൾക്ക് അഡ്മിഷൻ അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിൽ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെ അപേക്ഷ സമർപ്പിക്കാം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. ആദ്യം തന്നെ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്കുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതായത് ഹയർ സെക്കൻഡറി വൊക്കേഷണൽ മുഖ്യ അലോട്ട്മെൻറ്റിൽ അപേക്ഷിച്ചിട്ടും അലോട്ട്മെൻറ്റ് ലഭിക്കാതിരുന്നവർക്കും ഇതുവരെ അപേക്ഷ നൽകാൻ കഴിയാതിരുന്നവർക്കും സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് 2025 ജൂൺ 26 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. അതായത് 26 ഇന്നലെയാണ്. അപ്പോൾ ഇന്നലെ മുതൽ അപേക്ഷ തുടങ്ങിയിട്ടുണ്ടായിരുന്നു, വൈകുന്നേരം മുതൽ. അതുപോലെ മുഖ്യഘട്ടത്തിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ട് പ്രവേശനത്തിന് ഹാജരാകാത്തവർക്കും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. അതായത് നിങ്ങൾ മുഖ്യഘട്ടത്തിൽ അപേക്ഷിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ നേടാതിരുന്ന വിദ്യാർത്ഥികളും ഈ ഒരു ഘട്ടത്തിൽ വീണ്ടും അപേക്ഷിക്കാം. തെറ്റായിട്ടുള്ള വിവരങ്ങളാണ് അപേക്ഷയിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടതിനാൽ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടും നിങ്ങൾക്ക് സ്കൂളിൽ പോയപ്പോൾ അഡ്മിഷൻ തന്നിട്ടുണ്ടാവില്ല. അപ്പോൾ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്കും ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതായിട്ട് നിങ്ങളുടെ അപേക്ഷ പുതുക്കാനുള്ള സൗകര്യം അനുവദിച്ചിട്ടുണ്ട്. ഹയർ സെക്കൻഡറി തലത്തിൽ NSQF അധിഷ്ഠിതമായിട്ടുള്ള 43 കോഴ്സുകളിലേക്കാണ് പ്രവേശനം നടക്കുന്നത്. അപേക്ഷയിലെ കാറ്റഗറി തിരഞ്ഞെടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. SSLC മാർക്ക് ലിസ്റ്റിലെ എല്ലാ കാറ്റഗറികളും അപേക്ഷയിലേക്ക് അതുപോലെ പകർത്താൻ സാധിക്കില്ല. ഉദാഹരണത്തിന് മുസ്ലിം, മറ്റ് പിന്നോക്ക ഹിന്ദു വിഭാഗങ്ങൾ, പിന്നോക്ക ക്രിസ്ത്യൻ, ലത്തീൻ കത്തോലിക്ക, ധീവര, വിശ്വകർമ്മ, കുശവൻ, കുടുംബി എന്നിങ്ങനെയുള്ള വിഭാഗങ്ങളെ SSLCയിൽ പൊതുവെ OBC എന്നായിരിക്കും രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. എന്നാൽ പ്രവേശന പ്രക്രിയയിൽ പ്രത്യേക സംവരണാനുകൂല്യങ്ങൾ ഉള്ളതിനാൽ ഇവ ഓരോന്നും പ്രത്യേക കാറ്റഗറികളായിട്ടാണ് രേഖപ്പെടുത്തുന്നത്. ഓരോ ജാതിയുടെയും കാറ്റഗറി മനസ്സിലാക്കുന്നതിന് പ്രോസ്പെക്ടസിലെ അനുബന്ധം 3 നോക്കുക. അതായത് പ്രോസ്പെക്ടസിൽ അനുബന്ധം 3 അതായത് അനെക്സ്റ്റർ 3 എന്ന് പറഞ്ഞുകൊണ്ടാണ്, അനെക്സ്റ്റർ 3 എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊടുത്തുള്ളത്. അത് ഡൗൺലോഡ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് കാൻഡ് ലോഗിൻ ചെയ്യുക. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്തവരാണെങ്കിൽ പുതിയ കാൻഡ് ലോഗിൻ ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്ലിക്കേഷൻ എന്നുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്ത് കൃത്യമായിട്ട് ആപ്ലിക്കേഷൻ അതുപോലെ വേണ്ട ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് നിങ്ങൾ അപേക്ഷ കൊടുക്കുക. അതായത് അപേക്ഷ വേണ്ട ഓപ്ഷൻസ് ഒക്കെ കൊടുത്ത് അപേക്ഷ സബ്മിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കേണ്ടതാണ്. അതുപോലെ തന്നെ അഡ്മിഷൻ സമയത്ത് സ്കൂളിൽ ഹാജരാക്കേണ്ടതുമാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് പ്രകാരമുള്ള പ്രവേശനം കഴിഞ്ഞിട്ടുള്ള ഒഴിവുകളിലായിരിക്കും സപ്ലിമെൻ്ററി ഘട്ടത്തിൽ അപേക്ഷകരെ പരിഗണിക്കുക. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ വേക്കൻസി നോക്കാതെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള സ്കൂളുകളിലെ ആവശ്യമുള്ള കോഴ്സുകളിലേക്ക് അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേക്കൻസി പരിശോധിക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണാം വേക്കൻസി ലിസ്റ്റ്. അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് വരുന്ന പേജിൽ ഇവിടെ നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ജില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ ഏതൊക്കെ ജില്ലയിലാണോ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് ആ ഒരു ജില്ലയാണ് സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പത്തനംതിട്ടയും ആലപ്പുഴ ജില്ലയിലും കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം എനിക്ക് ഈ ഒരു ജില്ലയിൽ വേണ്ട സ്കൂളുകൾ ഏതൊക്കെയാണെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് ഒരു പേപ്പറിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നു. അതുപോലെ ഏത് കോഴ്സാണ് വേണ്ടതെന്ന് കൂടി ഞാൻ അവിടെ സെലക്ട് ചെയ്ത് വെക്കുന്നു. അതിനുശേഷം പത്തനംതിട്ട ജില്ലയിൽ കൊടുക്കുന്നു. ആ പത്തനംതിട്ട ജില്ലയിൽ കൊടുത്ത ശേഷം അവിടെ ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ അവിടെ ആ ഒരു ജില്ലയിലെ കുറേ വേക്കൻസി കാണുന്നുണ്ട്. അപ്പോൾ എനിക്ക് താല്പര്യമുള്ള കോഴ്സുകൾ ഏതൊക്കെയാണോ അവിടെയൊക്കെ ഞാൻ ഓപ്ഷൻസ് ആയിട്ട് കൊടുക്കുന്നു. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഏതൊക്കെയാണോ അതിനനുസരിച്ച് നിങ്ങൾ കൊടുക്കുക. അതുപോലെ തന്നെ ഞാൻ ആലപ്പുഴ ജില്ലയിലേക്ക് കൂടി കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആലപ്പുഴ ജില്ല കൂടി കൊടുക്കുന്നു. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് ഓരോ സ്കൂളിലെയും വേക്കൻസി നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ ആ ഒരു വേക്കൻസി ഒക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണോ വേണ്ടത് അതുപോലെ തന്നെ ഏത് കോഴ്സിലേക്കാണോ വേണ്ടത് അതിൻ്റെ ഒരു ലിസ്റ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ തയ്യാറാക്കി വയ്ക്കുക. അതിനുശേഷം ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികളാണെങ്കിൽ കാൻഡിഡേറ്റ് രജിസ്ട്രേഷൻ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ പറ്റുക. ഇവിടെ നിങ്ങളുടെ പേര്, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ നിങ്ങൾ രണ്ടാമത്തെ പ്രാവശ്യം ഒന്നുകൂടി മൊബൈൽ നമ്പർ കൊടുക്കണം. അതുപോലെ തന്നെ പാസ്വേഡ്, നിങ്ങൾക്ക് ഏത് പാസ്വേഡാണ് വേണ്ടത് ആ ഒരു പാസ്വേഡ് പുതുതായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. വീണ്ടും ആ ഒരു സെയിം പാസ്വേഡ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. പിന്നീട് ഇവിടെ ഇംഗ്ലീഷ് സെഷൻ കാണാം. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ റിന്യൂവിൽ ക്ലിക്ക് ചെയ്താൽ മതി, അത് ചേഞ്ച് ആവുന്നതാണ്. അതിനുശേഷം അത് കൃത്യമായിട്ട് അവിടെ
ടൈപ്പ് ചെയ്ത് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിലേക്ക് ഒരു സെൻഡ് OTP ഓപ്ഷൻ വരും. അപ്പോൾ ആ സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക, നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക, അതിനുശേഷം സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ആയി എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഇങ്ങനെ ക്യാൻഡിൽ ലോഗിൻ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി അപേക്ഷിച്ചവരും അതുപോലെ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാതിരുന്ന വിദ്യാർത്ഥികളും ഓൾറെഡി ക്യാൻഡിൽ ലോഗിൻ നിങ്ങൾക്ക് ഒരു ക്യാൻഡിൽ ലോഗിൻ ഉണ്ടായി. അപ്പോൾ അങ്ങനെ ആ ഒരു ക്യാൻഡിൽ ലോഗിൻ ചെയ്യാനായിട്ട് നിങ്ങൾ ക്യാൻഡിൽ ലോഗിൻ എന്നുള്ള ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ നിങ്ങൾക്ക് കാണാം നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കൊടുത്ത മൊബൈൽ നമ്പറാണ്. അപ്പോൾ ആ ഒരു മൊബൈൽ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ നിങ്ങളുടെ പാസ്വേഡ് എന്താണ് അത് കൊടുക്കുക. അതുപോലെ തന്നെ ആ ഒരു പേജിൽ തന്നെ ഇതുപോലെ നിങ്ങൾക്ക് കുറച്ച് ഇംഗ്ലീഷ് സെഷൻ കാണാം. അത് മനസ്സിലാകുന്നില്ലെങ്കിൽ ഇവിടെ ഒരു എറോ സിമ്പലിൻ്റെ ഒരു റൗണ്ട് സിമ്പിൾ കാണാം. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക, അത് റിന്യൂ സിമ്പലാണ്. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ഇംഗ്ലീഷ് സെഷന് ചേഞ്ച് ആവും. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും. കാരണം നിങ്ങളാണോ ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യുന്നതെന്ന് കൺഫേം ചെയ്യാനാണ്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ നിങ്ങൾ ആ ഒരു OTP സെൻഡ് OTPയിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾ ഈ ഒരു അപേക്ഷ കൊടുക്കുമ്പോൾ രജിസ്ട്രേഷൻ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. അപ്പോൾ ആ ഒരു OTP നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള പേജിലേക്ക് വരുന്നത്. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് പിന്നീട് ഇതുപോലെ ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു പേജിലേക്ക് നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ലോഗിൻ ചെയ്യുക. നിങ്ങളുടെ യൂസർ നെയിം ആയിട്ടുള്ള മൊബൈൽ നമ്പറും അതുപോലെ തന്നെ നിങ്ങൾ നേരത്തെ കൊടുത്ത ആ ഒരു പാസ്വേഡും അതുപോലെ ഓൾറെഡി പാസ്വേഡ് ഉള്ളവർ ആ ഒരു പാസ്വേഡ് വെക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു ഇംഗ്ലീഷ് സെഷനും കുറച്ചെണ്ണം കാണാം, അത് കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ ഉണ്ട്, അതായത് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ പുതിയ പാസ്വേഡ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയുള്ള ഓപ്ഷനാണ്. അതുപോലെ തന്നെ ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഇതുപോലെയാണ് കാണാൻ പറ്റുക. അത് ഇതുപോലെയല്ല, നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ പ്രൊഫൈലിൽ ലിങ്ക് കാണാൻ പറ്റുക. നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത ശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് ആ ഒരു പേജ് കാണാൻ പറ്റുക. അവിടെ നിങ്ങളുടെ SSLCയുടെ സ്കൂൾ സ്കീം എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തതാണ്. അവിടെ നിങ്ങൾ SSLC ഏത് വർഷമാണ്, അതായത് 2024 to 2025 ആ ഒരു ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അതിന് മുമ്പുള്ള ബാച്ച് ആണെങ്കിലോ അല്ലെങ്കിൽ CBSE ICSE അതൊക്കെ ആണെങ്കിൽ അത് കൃത്യമായിട്ട് നിങ്ങൾ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അത് തെറ്റായിട്ട് കൊടുക്കാൻ പാടില്ല, അതൊക്കെ കറക്റ്റാണ് എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്തുക. അതിനുശേഷം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ അതായത് പേഴ്സണലായിട്ടുള്ള ആ ഒരു ഡീറ്റെയിൽസ്, അതായത് എഡ്യൂക്കേഷൻ്റെ ആ ഒരു ബേസിക് ഡീറ്റെയിൽസ് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക. സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത പേജിലേക്കാണ് വരിക. അടുത്ത പേജിൽ നിങ്ങളുടെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ ഇതൊന്നും തെറ്റിപ്പോയത്. അതുപോലെ തന്നെ നിങ്ങളുടെ പഞ്ചായത്ത്, തദ്ദേശ സ്ഥാപനം, അത് മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, അതുപോലെ തന്നെ താലൂക്ക് ഇതൊന്നും തെറ്റാനായിട്ട് പാടില്ല, കാരണം അതിനൊക്കെ ബോണസ് ഉണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ EWS ഇട്ടിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് യെസ് എന്ന് കൊടുക്കാവൂ, ഇല്ല എങ്കിൽ അത് കൊടുക്കാനായിട്ട് നോ എന്നാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾ കൊടുക്കേണ്ട അതായത് എല്ലാവിധ ഡീറ്റെയിൽസും, അതായത് നിങ്ങളുടെ പാരൻസിൻ്റെ പേര് ഉൾപ്പെടെ നിങ്ങൾ തെറ്റിപ്പോയത്. കാരണം പല വിദ്യാർത്ഥികളും പേര് കൊടുക്കുന്ന സമയത്ത് സ്പെല്ലിംഗ് ഒക്കെ തെറ്റാറുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ജെൻഡർ, അത് ചില വിദ്യാർത്ഥികൾ മെയിൽ എന്നുള്ളതിന് പകരം ഫീമെയിലും ഫീമെയിൽ എന്നുള്ളതിന് പകരം മെയിലൊക്കെ അറിയാണ്ട് സെലക്ട് ചെയ്ത് പോകാറുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഇമെയിൽ ID ഉണ്ടെങ്കിൽ കൊടുത്താൽ മതി, കാരണം അത് നിർബന്ധമല്ല. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ അഡ്രസ്സ് കൊടുക്കുക, ഇതൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് പിന്നീട് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ നിങ്ങളുടെ SSLCയുടെ മാർക്ക് ഡീറ്റെയിൽസ് ആണ്. ഇതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് കൊടുക്കുക, കാരണം തെറ്റിക്കരുത്. കാരണം തെറ്റിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു അഡ്മിഷൻ കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിട്ട് വരും. അടുത്തതായിട്ടുള്ളത് പിന്നീട് അത് സേവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഓപ്ഷൻ നൽകാനുള്ള പേജാണ്. അവിടെ നിങ്ങൾക്ക് ആഡ് അറ്റ് എന്നുള്ളത് ലാസ്റ്റ് എന്ന ഓപ്ഷൻ ഉണ്ട്, അതായത് ഓപ്ഷൻ എത്രാം സ്ഥാനത്താണ് സെറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് ഈ ഒരു അപേക്ഷ കൊടുക്കുന്നത്, അതായത് ഓപ്ഷൻസ് ഏത് സ്കൂളിലേക്കാണ് അഡ്മിഷൻ നേടാൻ ഉദ്ദേശിക്കുന്നത്, ആ ഒരു നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പ്രയോറിറ്റി അനുസരിച്ച് ഏത് സ്കൂളിലേക്കാണോ അഡ്മിഷൻ വേണ്ടത്, ഏത് കോഴ്സാണോ വേണ്ടത് അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഇവിടെ ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു ജില്ലയിലേക്ക് മാത്രമല്ല ഒന്നിലധികം ജില്ലയിലേക്ക് വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ ജില്ല മാറ്റി സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻസ് വെക്കാവുന്നതാണ്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ അത് ലിസ്റ്റഡ് ആയിട്ട് കാണാം. അവിടെ നിങ്ങൾക്ക് ഓപ്ഷൻസിൻ്റെ നേരെയായിട്ട് നിങ്ങൾക്ക് കാണാം എഡിറ്റ് ഓപ്ഷൻ കാണാം, അതുപോലെ തന്നെ ഡിലീറ്റ് ഓപ്ഷൻ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ആ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡിലീറ്റ് ചെയ്താൽ അത് പോകുന്നതാണ്. എഡിറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഡീറ്റെയിൽസ് ഒക്കെ ഈ ഒരു അതായത് ആഡ് ന്യൂ ഓപ്ഷൻ എന്നുള്ള ഭാഗത്ത് അത് വരുന്നതാണ്. അപ്പോൾ ഇവിടെ ആ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് എന്താണോ എഡിറ്റ് ചെയ്യേണ്ടത്, ആ സ്കൂളാണോ അല്ലെങ്കിൽ കോഴ്സാണോ എന്താണ് മാറ്റേണ്ടത് അതനുസരിച്ച് മാറ്റാവുന്നതും പിന്നീട് ആഡ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് ആഡ് ചെയ്യാവുന്നതുമാണ്. അതിനുശേഷം നിങ്ങൾക്ക് വേണ്ട എല്ലാവിധ ഓപ്ഷൻസും നൽകിയെന്ന് ഉറപ്പുവരുത്തുക. കാരണം ഇപ്പോൾ നൽകുന്ന ഓപ്ഷൻസ് വെച്ചാണ് സെക്കൻഡ് സപ്ലിമെൻ്ററിയും പിന്നീട് വരുന്ന സ്പോട്ട് അഡ്മിഷനും കാര്യങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് ആ ഒരു കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. അതിനുശേഷം നിങ്ങൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. ഇവിടെ നിങ്ങളുടെ ആ ഒരു സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. അതായത് ബോണസ് പോയിൻറ്റോ ടൈ ബ്രേക്കോ അല്ലെങ്കിൽ ക്ലബ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ NSS അല്ല SPC അതുപോലെ തന്നെ ഒരു LSS USS അതുപോലെ NMMS NTS ഇതുപോലെ വിവിധ പരീക്ഷകളുടെയൊക്കെ പരീക്ഷകൾ വിജയിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ അതിൻ്റെ ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക. ആഡ് സർട്ടിഫിക്കറ്റ്
ആഡ് സർട്ടിഫിക്കറ്റിൽ ക്ലിക്ക് ചെയ്ത ശേഷം നിങ്ങൾക്ക് വേണ്ട ആ ഒരു രീതിയിൽ എത്ര സർട്ടിഫിക്കറ്റുകളുടെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത് ഓരോ സർട്ടിഫിക്കറ്റ് ഡീറ്റെയിൽസും കൊടുത്ത് ആഡ് ചെയ്യുക. അപ്പോൾ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് വരുന്നതാണ്. ഏതെങ്കിലും ഓപ്ഷൻ എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിന് നേരെയുള്ള എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് എഡിറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, കോ കരിക്കുലർ ആക്ടിവിറ്റീസ് ഇതൊക്കെ കൃത്യമായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം സേവ് ഓളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് അവസാനം പ്രിവ്യൂ പേജിലേക്ക് വരുന്നതാണ്. പ്രിവ്യൂ പേജിൽ നിങ്ങൾക്ക് എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാൻ പറ്റും. നിങ്ങൾക്ക് കൊടുത്തിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഓരോ വിവരങ്ങൾക്ക് നേരെയും അതായത് എഡിറ്റ് ഓപ്ഷൻ കാണാം. അതായത് എഡിറ്റ് കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ്, അതുപോലെ തന്നെ എഡിറ്റ് ഗ്രേഡ് ഡീറ്റെയിൽസ്, അതുപോലെ എഡിറ്റ് ഓപ്ഷൻസ്, എഡിറ്റ് സർട്ടിഫിക്കറ്റ്സ് എന്നിങ്ങനെ ഓരോ വിവരങ്ങളും എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ഏത് വിവരമാണോ എഡിറ്റ് ചെയ്യേണ്ടത് അതിന് നേരെയുള്ള എഡിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ വിവരങ്ങൾ എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം പിന്നീട് വീണ്ടും ഈ സേവിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ഈ ഒരു സ്റ്റെപ്പിലേക്ക് അതായത് ഈ ഒരു പ്രിവ്യൂ പേജിലേക്ക് വരാവുന്നതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ അപേക്ഷയിലെ കാസ്റ്റ്, കാറ്റഗറി, റിലീജിയൻ, അതുപോലെ തന്നെ പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ, താലൂക്ക് ഇതൊന്നും തെറ്റിയിട്ടില്ല എന്ന് കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. അതുപോലെ തന്നെ നിങ്ങൾ നൽകിയിട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കറക്റ്റായിട്ട് ഒരു 2 പ്രാവശ്യമെങ്കിലും ചെക്ക് ചെയ്ത് ഒന്നും തെറ്റിയിട്ടില്ല എന്നുള്ളത് ഉറപ്പുവരുത്തുക. എന്തെങ്കിലും തെറ്റിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തിന് നേരെയുള്ള എഡിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള അതായത് ആ ഒരു പച്ച ബട്ടൺ ക്ലിക്ക് ചെയ്തുകൊണ്ട് എഡിറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾക്ക് എല്ലാ വിവരങ്ങളും കറക്റ്റാണ്, ഇനി തെറ്റൊന്നും ഇല്ല എന്ന് കൺഫേം ആണെങ്കിൽ പിന്നീട് ഡിക്ലറേഷൻ ബട്ടൺ കാണാം. അതായത് ജസ്റ്റ് ഒരു ടിക്ക് മാർക്ക് ഇടാനുള്ള ഒരു ബോക്സ് ആണ്. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് പിന്നീട് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാവുന്നതാണ്. ഫൈനൽ കൺഫർമേഷൻ ചെയ്താൽ പിന്നീട് യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആപ്ലിക്കേഷൻ ഫൈനൽ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ കൃത്യമായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇതിനുശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കിട്ടുന്നതാണ്. ആ ഒരു പ്രിൻ്റ് ഔട്ട് നിങ്ങളുടെ കയ്യിൽ എടുത്ത് സൂക്ഷിച്ച് വയ്ക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.